ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ പണിയൊക്കെ തുടങ്ങിയത്. കരിക്കുറി തിരുനാളായിരുന്നില്ലേ, അപ്പോൾ പള്ളിയിൽ പോയി കുറിയൊക്കെ തൊട്ട്, പക്ഷെ അതൊക്കെ പോയായിരുന്നേ. എന്നിട്ട് നേരെ വന്ന് അടുക്കളയിലോട്ട് കയറി. ഇവന് ക്ലാസ്സിൽ പോകണം, ജോസിന് ജോലിക്ക് പോകണം. അപ്പം ഞാൻ വലിയ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും വേപ്പിലയും കൂടി ഇട്ട് ഞാൻ മൂപ്പിച്ചെടുക്കണേനെ. ഇത് ഇന്നലെ ഞാൻ വൈകിട്ട് വേവിച്ച് വെച്ച്, രാത്രി കിടക്കണതിന് മുമ്പ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് പച്ചമുളകും സവാളയും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അതെ, ഇത് ഇങ്ങനെ മൂത്ത് വന്നപ്പോൾ ഞാൻ ചതച്ച മുളക് പൊടി ഇട്ടിട്ടാണ് വലിയ പയറൊക്കെ ഞാൻ വളർത്തുന്നത്. ചതച്ച മുളക് പൊടിയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത്രയും തന്നെ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു ലേശം കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇത് കൊട്ടി അതിനകത്തോട്ട് ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ, അതായത് ഇന്ന് നമുക്ക് എല്ലാ പണിയും കൂടി നടക്കില്ല എന്ന് വിചാരിച്ച കാരണം ഇതിനങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ രാവിലെ പള്ളിയിൽ പോയത്. കഞ്ഞിക്ക് വിട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കാളും കറിക്കുള്ള പണിയൊക്കെ ആയി. അപ്പോൾ ദേ വലിയ പയറും അതിനകത്തോട്ട് തട്ടിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഒന്ന് കുറുകി വന്നപ്പോഴേക്കാളും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നേ. ഞാൻ തേങ്ങയൊക്കെ അരക്കാത്തൊരു മോരിയാറ് കാണിച്ചു തരാം. അതേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോഴേക്കാളും ഒരു ഇച്ചിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളക് 4 മുറിച്ചും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒന്ന് മൂത്താൽ മതി. അപ്പോഴേക്കാളും ഒരു 6-7 അല്ലിയോളം വെളുത്തുള്ളി വട്ടം അരിഞ്ഞതും ഒരു പിടിയോളം ചുമന്നുള്ളിയും കൂടി അരിഞ്ഞിട്ട് ചുവന്നുള്ളി ഒരു പിടി മതി, അത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരണം. ദേ ഇതൊരിത്തിരി തൈരാണ്. 2 കപ്പ് തൈരിലോട്ട് ഒരു 1.5 കപ്പോളം തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വിസ്ക് വെച്ചാണ് ഒന്ന് ഉടച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ദേ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം കേട്ടോ, നല്ലോണം തന്നെ മൂത്ത് വരണം. ദേ രാവിലത്തേക്കുള്ള പുട്ടും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പുട്ടും പഴമാണ്, അതാകുമ്പോൾ എളുപ്പപ്പണിയല്ലേ. അപ്പം അതൊന്ന് മൂത്ത് വന്നപ്പോൾ ദേ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/4 സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഇടാൻ മറന്നുപോയി, സോറി. അപ്പോൾ വറ്റൽമുളക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് വറ്റൽമുളക് ഇട്ടിട്ട് എന്നിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതങ്ങനെ മൂത്ത് വന്നപ്പോഴേക്കാളും നമ്മൾ അവിടെ തൈര് ഒന്ന് വിസ്ക് വെച്ച് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കട്ടയൊന്നും ഇല്ലാതെ, അതൊന്ന് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചുപ്പ്, അതിനാവശ്യമായ ഉപ്പ് നമുക്ക് അല്ലെങ്കിൽ ഉള്ളി മൂപ്പിക്കുമ്പോഴാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളക്കരുത്, ചൂടായാൽ മതി. അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ജോസിന് ഞാൻ ചോറ് കിട്ടിയത് ഈ 2 കറിയും കൊണ്ടാണ്. അപ്പം ഞാൻ അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, തൈരിന് മോരിയാറിന് ഒത്തിരി പുളിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതേ ഒരുത്തിക്ക് ഞാൻ കരിക്കുറി തൊട്ട് കൊടുക്കുകയാണേ. അത് കരിക്കുറി ഉണ്ടായില്ല, പൊടി കിട്ടിയില്ല. അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്ന കുരുത്തോല കരിയിച്ചിട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ലേശം 1-2 തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഞാൻ കുറി തൊട്ട് കൊടുക്കാം കേട്ടോ. അവളും ക്ലാസ്സിൽ പോയി, ജോസിനും ജോലിക്ക് പോയി. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ആ കറിയും കൂട്ടിയാണ് ചോറ് വന്നത്. ആ വലിയ വേറെ ഇത് ഇത്തമ്മയുടെ ചോറാണ് കേട്ടോ, അതാണ് ഇത്ര ഉള്ളത് കേട്ടോ. നോമ്പിൻ്റെ ഈ സമയത്തൊക്കെ ഞാൻ വെക്കുന്ന കുറച്ച് റെസിപ്പീസ് ഉണ്ട്, പച്ചക്കറികൾ കൊണ്ട് വെക്കുന്ന കുറച്ച് കറികളുണ്ട്. അപ്പോൾ ആ റെസിപ്പീസും കൂടി ഞാൻ കാണിച്ചു തരാവേ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.